ഇടുക്കി തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്ത സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കരിമണ്ണൂർ സ്റ്റേഷനിലെ SI NS റോയി, CPO ജിജു ആന്റണി എന്നിവർക്കാണ് സസ്പെൻഷൻ. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ എറണാകുളം റേഞ്ച് DIG ആണ് നടപടിയെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നുവെന്ന് രക്തപരിശോധനാ ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ നടപടി. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സര ദിവസം തൊടുപുഴ മങ്ങാട് കവലയിൽ ഡ്യൂട്ടിക്കെത്തിയ ഇരുവരെയും തടഞ്ഞുവെച്ച നാട്ടുകാരാണ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും പുകയില ഉൽപ്പന്നങ്ങളും ചീട്ടും കണ്ടെടുത്തത്. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരത്തിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയത്. സംശയം തോന്നിയ നാട്ടുകാർ ഇരുവരെയും തടഞ്ഞുവച്ചു. വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും ലഹരി വസ്തുക്കളും ചീട്ടും കണ്ടെടുത്തു. പ്രാഥമിക പരിശോധനയിൽ ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്താനായില്ല എന്നായിരുന്നു പോലീസിന്റെ വാദം. പിന്നാലെ പോലീസുകാരെ തടഞ്ഞുവച്ച് നാട്ടുകാർക്കെതിരെ കേസെടുത്തു. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് 200ഓളം നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്ത പോലീസ് നടപടി പ്രതികാര നടപടിയായിരുന്നുവെന്ന് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ പറയുന്നു. പ്രധാനമായും ഞങ്ങൾ ഇനി പോലീസിനെ ആശ്രയിക്കുന്നില്ല. ഞങ്ങൾ കോടതിയെ ആശ്രയിച്ച് തന്നെ ഞങ്ങൾക്കെതിരെ എടുത്ത കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇന്നലെ വ്യക്തിപരമായി SIക്കും ആരോപണവിധേയനായ SIക്കും CPOയും കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. അവർക്ക് വ്യക്തിപരമായി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർ മറുപടി നൽകണം. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം കൃത്യമാണ്, വളരെ വസ്തുതയാണെന്നും ബോധപൂർവം ഈ SIയുടെ മുൻകാല ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇത് വ്യക്തമായി കാണാം. സംഭവത്തിൽ ഇടുക്കി SP DGPക്ക് റിപ്പോർട്ട് കൈമാറി. വിഷയത്തിൽ ഹൈക്കോടതി DGPയോട് റിപ്പോർട്ട് തേടിയിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാർക്കെതിരെ എടുത്ത കേസിൽ പ്രതിയാക്കപ്പെട്ടവരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.